Good morning, students. So last day we studied about the coin problem in probability, and we just started the second case example, that is dice. We thrown one die and we have the result as what, sample space as what, 1 2 3 4 5 6. So the odd number, even number, അങ്ങനത്തെ പല കേസും നമ്മൾ പഠിച്ചു. Now the second case is two dice. അപ്പോൾ ഞാൻ കോയിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ I forgot to say the general formula in dice. Coin എത്ര phase ആയിരുന്നു? 2 phase. So the general formula is 2 raised to n, and this n stand for what? How many coins that we have tossed. The same way dice in the കേസിലാണെങ്കിൽ how many phases we have? 6 phases. So general formula is what? 6 raised to n. അപ്പോൾ ഒരു die throw ചെയ്യുമ്പോൾ എന്താ റിസൾട്ട്? 6 raised to 1. അപ്പോൾ 6 ആണ് റിസൾട്ട്. ഏതൊക്കെയായിരുന്നു 6? 1 2 3 4 5 and 6. Okay, now we are throwing how many dice? 2 dice. That means 6 raised to 2. 6 raised to 2 എന്ന് എത്ര വരാ? 36 സാമ്പിൾ സ്പേസ് കിട്ടണം. അതെങ്ങനെയാ? ഏതൊക്കെ? അതായത് ഞാനും നിങ്ങളും കൂടി ഇടുന്നു. ഞാനും നിങ്ങളിൽ ഒരാളും കൂടി ഡൈസ് ത്രോ ചെയ്യണം. എന്തൊക്കെ വരാം? ഞങ്ങൾക്ക് രണ്ടുപേർക്കും 1 1 വരാം, അല്ലെങ്കിൽ 1 2 വരാം, 1 3 വരാം, 1 4 1 5 and 1 6. The same way എന്ത് വരാം? 2 1 2 2 2 3. ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, സോ വി ഹാവ് 36 സാമ്പിൾ സ്പേസ്. കണ്ടോ, 36 എലമെന്റ്സും വന്നു. 1 1 സ്റ്റാർട്ട് ചെയ്ത് 1 6 വരെ മാക്സിമം പോകാൻ പറ്റുള്ളൂ. 1 7 പോകുമോ? ഇല്ല, ബിക്കോസ് വി ഹാവ് ഓൺലി 6 ഫേസസ്. അങ്ങനെ എവിടെ വരെ വരാം? 6 1 6 2 6 6 വരെ പോകാം. സോ ദീസ് ആർ ദ 36 events happening. കേട്ടോ, when we throw 2 dice. Now back to the question. What is your first question? Find the probability that both the dice shows the same number. അതായത് നമ്മൾ രണ്ടാളിടുമ്പോഴും നമുക്ക് രണ്ടാൾക്കും സെയിം നമ്പർ കിട്ടുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെയാ? 1 1 2 2 3 3 4 4 5 5 and 6 6. കണ്ടോ, രണ്ടുപേർക്കും ഒരേപോലെ. സോ what is your first answer? It is 1 sorry എത്ര പേര് വന്നു? 6 പേര് അല്ലേ? 6/36. മനസ്സിലായ? 6 പേര് ആരൊക്കെയാന്ന് ഒരേപോലെ കാണിക്കുന്നത്? 1 1 2 2 3 3 4 4 5 5 6 6. ഓക്കെ, അങ്ങനെയാണ് 6/36. 6/36 1/6 എന്ന് എഴുതാം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1 die shows 5. ഒരു ഡൈ എന്ത് കാണിക്കണം? 5 കാണിക്കണം. അതേതാ? ഒരു ഡൈ മാത്രം 5 കാണിക്കണം. അപ്പോൾ ഏതൊക്കെ വരും? ഒരു ഡൈ കാണിക്കുന്ന 5 1 5 2 5 3 5 4 5 5 5 എടുക്കുമോ നമ്മൾ? ഇല്ല, ബിക്കോസ് both the dice are showing 5 5. നമുക്ക് ഒരു ഡൈ കാണിച്ചാൽ മതി. അപ്പോൾ 1 5 2 5 3 5 4 5 6 5. അപ്പോൾ എത്ര ഉണ്ടായി? 1 2 3 4 5 പ്ലസ് നോക്കിക്കേ 5 1. അതിലൊക്കെ ഓരോന്നല്ലേ ഉള്ളൂ. 5 1 5 2 5 3 5 4 5 5 എടുക്കോ? ഇല്ല, both dice ആണ്. പിന്നെ 5 6. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 പേര്. അങ്ങനെ 10/36 എന്നാണ്. ക്ലിയർ ആയ കുട്ടികളെ? 5 വരുന്നത് ഒരു പ്രാവശ്യം 5 വരുന്നത് ഏതൊക്കെയാണെന്നാണ്? അത് 1 5 2 5 3 5 4 5 6 5. 5 5 എടുക്കില്ല. അതേപോലെ തന്നെ 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയേ. 5 1 5 2 5 3 5 4 5 5 എടുക്കില്ല, ബിക്കോസ് 2 die shows 5 ആയത്. അതെടുക്കില്ല. 5 6. അങ്ങനെ ടോട്ടൽ 10/36. ക്ലിയർ? നൗ ദ തേർഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് die shows 5. ആദ്യത്തെ die 5 കാണിക്കണം. ആദ്യത്തെ die മാത്രം 5 കാണിക്കണം. ആദ്യത്തെ die മാത്രം 5 കാണിക്കണം. ഏതാ? ഇവിടെ 5 കണ്ടോ? 5 1 5 2 5 3 5 4. അവിടെ നമ്മൾ ഇത് കാണിക്കും, ബിക്കോസ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് die 5 അല്ലേ കാണിക്കുന്നത്? അത് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ 6 പേര് കണ്ടോ, വേറെ ഒന്നും എടുക്കില്ല. അതൊക്കെ രണ്ടാമത് കാണിക്കുന്നതാണ്. ആദ്യത്തെ ഡൈ കാണിക്കുന്നത് ഈ 6 പേരാണ്. സോ ഇറ്റ് ഇസ് 6/36. ക്ലിയർ? നൗ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ ഓഫ് ദ നമ്പർ ഓൺ ദ ഡൈസ് ഇസ് 8. അതായത് ഇങ്ങനെ രണ്ട് ഡൈസിന്റെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടുന്നത് ഏതൊക്കെയാണ്? നമുക്ക് 1ന്റെ നോക്കാം. 1ന്റെ ആഡ് ചെയ്യുമ്പോൾ എന്താ? 7 അല്ല അല്ലേ? പിന്നെ 8 കിട്ടണം നോക്കിയേ. 2 2ന്റെ മാക്സിമം 2 6 are 8. സോ ദിസ് ഇസ് സാറ്റിസ്ഫൈഡ്. 2 6 എടുക്കും. 3യുടെ കൂടെ എന്താ ആഡ് ചെയ്യണം? 3 5 ആഡ് ചെയ്താൽ 8 കിട്ടും. 4ന്റെ ഒപ്പം 4 4 5ന്റെ ഒപ്പം 5 3 6ന്റെ ഒപ്പം 6 2. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 2 6 3 5 4 4 5 3 and 6 2. 1 2 3 4 5. So it is 5/36. Clear? Now the fifth question. Total of the number on the dice is greater than 8. 8നേക്കാളും വലുത്. greater than 8. 8 ഇൻക്ലൂഡഡ് അല്ല. 8നേക്കാളും വലുത് ആരൊക്കെയാണ്? നോക്കിയാൽ ഇത് 8 ആണ്. 8നേക്കാളും വലുത്. ഇതിന്റെ അപ്പുറത്തേക്ക് പോയില്ല. ഇവിടെ 8 കിട്ടി. 8നേക്കാളും വലുതല്ലേ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ 3 + 6 9. 4 4 വരെ 8 ആണെന്ന് അറിയാം. ബാക്കി രണ്ടെണ്ണം. അപ്പോൾ എന്ന് നോക്കിയാൽ കുട്ടികളെ 1 2 3 4 5 6 7 8 9 10 പേര്. കണ്ടോ? അതായത് 8 വരെയുള്ളതിനെ നമ്മൾ കണ്ടുപിടിച്ചു. ബാക്കി എത്ര വന്നു?
10/36 എന്ന് വന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? 26 വരെ ആണ്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. 358 ആണെന്നറിയാം, ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ 36 എടുത്തു. 448 ആണെന്നറിയാം, അതിൻ്റെ ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരും എടുത്താൽ ഗ്രേറ്റർ വരും. 53 ആണ് ഈ 3 എണ്ണം. 62 ഇപ്പോൾ ബാക്കി ഈ 4 എണ്ണം. അങ്ങനെയാണ് നമുക്ക് 10 കിട്ടിയത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് 10 10 കിട്ടുന്നത് എങ്ങനെയാണ്? 16 മാക്സിമം കിട്ടില്ല, 26 8 കിട്ടില്ല, 36 മാക്സിമം 9 ആണ്, അതിനപ്പുറമില്ല. 46 10. അപ്പോൾ 46 ഓക്കെ. പിന്നെ ഏതാ 5ന്റെ കാറ്റഗറിയിൽ? 5 10 കിട്ടും. 6 10 കിട്ടും. എത്ര പേരുണ്ട് അപ്പോൾ? ഇറ്റ് ഇസ് 3/36. ഓക്കെ. So with that we completed the dice problem. Dice 6⁻³ ഒന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. മാക്സിമം 2 dice ത്രൂ ചെയ്യണതേ കണ്ടിട്ടുള്ളൂ. സോ വി കംപ്ലീറ്റഡ് കോയിൻ, ഡൈസ്. പിന്നെ പ്രോബിലിറ്റിയിൽ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ബോൾസിന്റെ കളി. ഓക്കെ, സോ റീഡ് ഔട്ട് ദിസ് ക്വസ്റ്റ്യൻ. എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം എ ബാഗ്. ഒരു ബാഗിൽ നിന്ന് ഒരു ബോൾ എടുത്തു. ആ ബാഗിൽ എന്തൊക്കെയുണ്ട്? 4 വൈറ്റ് ബോൾസ്, 6 black balls and 5 green balls. Okay, so totally how many balls are there? 4 plus 6 10, 15 balls are there. If 15 പല colors in the 15 balls ആണ്. Find the probability that a ball drawn is white. ഒരു വൈറ്റ് ബോൾ എടുക്കാനുള്ള സാധ്യത എത്രയാണ്? വൈറ്റ് എത്ര ഉണ്ട്? 4 ആണ്. അതിൽ ഏത് വൈറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലേ? സോ 4നും ചാൻസ് ഉണ്ട്, 4 വൈറ്റിനും ചാൻസ് ഉണ്ട്. ടോട്ടൽ എത്രയാ താഴെ? 15. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗ്രീൻ. ഗ്രീൻ കിട്ടാനുള്ള സാധ്യതയോ? 5/15. ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യതയോ? 6/15. ഓക്കെ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നോട്ട് ഗ്രീൻ. ഗ്രീൻ അല്ലാത്തത്. ഗ്രീൻ അല്ലാത്തത് എന്ന് പറയുമ്പോൾ എന്താ? ഗ്രീൻ 5 ബോൾസ് ആണ്. അതല്ലാത്ത ആരൊക്കെ ഉണ്ട്? 4 വൈറ്റും ഉണ്ട്, 6 ബ്ലാക്കും ഉണ്ട്. സോ ഇറ്റ് ഇസ് 10 ഗ്രീൻ ഒഴിച്ച് ബാക്കിയുള്ളത് 10/15. ഇനി ഗ്രീൻ ഓർ വൈറ്റ്. ഗ്രീനും ആവാം അല്ലെങ്കിൽ വൈറ്റും ആവാം. 5ഉം 4ഉം. അപ്പൊ എന്ത് വരും? 9/15. ഓക്കെ. ഗ്രീൻ ഓർ വൈറ്റ്. ഇറ്റ്സ് വെരി ഈസി അല്ലേ? ബോളിന്റെ കേസ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. ഇത്രേ ഉള്ളൂ ബോളിന്റെ കേസ്. നെക്സ്റ്റ് ഒരു കാർഡിന്റെ കൂടി നോക്കണം. സോ ബോൾസിന്റെ പ്രോബിലിറ്റി കേസും കഴിഞ്ഞു. അത് അത്രേ വരുന്നുള്ളൂ. അപ്പോൾ കോയിൻ, ഡൈസ്, ബോൾ. ഇനി സാധാരണ ചോദിക്കുന്നത് നമ്മുടെ കാർഡ്. ചീട്ട് കളിക്കാറില്ല എല്ലാവരും. ഓക്കെ. അപ്പൊ കാർഡ്സിന്റെ നിന്നും പ്രോബിലിറ്റി സാധ്യത, ചാൻസ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ പലരും കളിക്കുന്നവരുണ്ടാവും, കളിക്കാത്തവരുണ്ടാവും. കളിക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറഞ്ഞു തന്നെയാണ്. വി ഹാവ് ടോട്ടൽ 52 കാർഡ്സ്. 52 കാർഡ്സ് ആണുള്ളത്. ഈ 52 കാർഡ്സിനെ 2 കാറ്റഗറി ആക്കിയിട്ടുണ്ട്. 26 ഈച്ച്. ആ 26 ഈച്ച് എന്ന് വെച്ചാൽ 26 റെഡ് കാർഡ് ആൻഡ് 26 ബ്ലാക്ക് കാർഡ്. 2 കളറാണുള്ളത്, റെഡ് കളറും ബ്ലാക്ക് കളറും. അപ്പൊ ഈ 52 എണ്ണത്തിനെ 2 ആക്കി തിരിച്ചേക്കാണ്, റെഡ് കാർഡും ബ്ലാക്ക് കാർഡും. ഓക്കെ. 26 റെഡും 26 ബ്ലാക്കും. ക്ലിയർ? ഇനി 26 റെഡിനെ അഗെയിൻ ഡിവൈഡഡ് ഇൻടു 2 സെക്ഷൻ, 13 ഈച്ച്. 13 വെച്ചിട്ട്. അതേപോലെ ബ്ലാക്കിനെയും 13 വെച്ചിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സെറ്റും എത്ര എണ്ണമാണ്? 13 എണ്ണം ഇതുണ്ട്. ഇതിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ റെഡ് 13 ഡയമണ്ടും 13 ഹാർട്ടും. ഓക്കെ. ബ്ലാക്ക് ആണെങ്കിൽ 13 സ്പേഡ് എന്നാണ് നമ്മൾ സ്പേഡ് എന്ന് പറയും മലയാളത്തിൽ. ഇംഗ്ലീഷില് സ്പേഡ് കാർഡ് എന്ന് പറയും. പിന്നെ നിങ്ങൾ മലയാളത്തില് ക്ലാവർ എന്ന് പറയാറുണ്ട്. ഇത് ഇംഗ്ലീഷില് 13 ക്ലബ്സ്. കണ്ടിട്ടുണ്ടോ? ഈ ഷേപ്പാണ് 13 clubs. So diamond, heart, which is red in color, 13 each. Spade and clubs, which is 13 each. Okay. Diamond, heart, spade and clubs. ഇങ്ങനെയാണ് അതിന്റെ കാറ്റഗറി. ഇനി 13 പേര് ആരൊക്കെയാന്നുള്ളത്, ഓരോ ഷേപ്പിലും 13 പേര്, അതായത് ഓരോ കളറും ആ ഷേപ്പിലും വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 13 ഡയമണ്ട് കാർഡ്സ് ഞാൻ കാണിച്ചു തരാം. അതില് KQJ. ഓക്കെ. അപ്പൊ 3 എണ്ണം ആയില്ലേ? ബാക്കി 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇല്ല നമുക്ക്. 1ന് പകരം ആസ് എന്ന് പറയും മലയാളത്തില്. ഇംഗ്ലീഷില് ഏസ് കാർഡ്. ഓക്കെ. ദിസ് ഇസ് ജാക്ക്, ക്യൂൻ ആൻഡ് കിങ്. ബാക്കിയുള്ളതെല്ലാം 2 3 4 5 6 7 8 9 10. ഇങ്ങനെയാണ് 13. സോ ദർ ഇസ് നോ 1. 1ന് പകരം എന്താ? ഏസ് കാർഡാണ്. ഇങ്ങനെയാണ് കാർഡുകളുടെ കളി. അപ്പൊ ഈ ഓരോ കിങ് കാർഡിലും ഈ ഡയമണ്ട് ഷേപ്പ് ഉണ്ടാവും. ക്യൂന്, ഏസിന് 2 കാർഡിന് 2 ഡയമണ്ട്, 3ന് 2 ഡയമണ്ട്, ഏസ് എന്നും പറഞ്ഞ ഒരു ഡയമണ്ട് ഷേപ്പ് ഉണ്ടാവും. ഇങ്ങനെ ഹാർട്ടിനും ക്ലബ്സിനും സ്പേഡിനും എല്ലാം ഈ 13 കാർഡ്സ് ഉണ്ടാവും വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ഷേപ്പ് ആൻഡ് കളർ. മനസ്സിലായോ? ഇങ്ങനെയാണ് സംഭവം. നൗ ദ ക്വസ്റ്റ്യൻ,
കാർഡ് ഇസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ്. അപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം എത്ര കാർഡ്സ് ഉണ്ട്? 52 കാർഡ് അല്ലേ? അവിടെ നിന്ന് വാട്ട് ഇസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് കാർഡ്? ഒരു ബ്ലാക്ക് കാർഡ് കിട്ടാൻ എത്രയാണ് ചാൻസ്? ബ്ലാക്ക് കാർഡ് എത്ര എണ്ണം ഉണ്ട് നമുക്ക് മൊത്തം? we have 26 black cards. So the first question answer is what? 26 black കാർഡിനെയും കിട്ടും നമുക്ക്. By total is how much? 52. Okay. Second question, a king card. ഒരു കിങ് കിട്ടാനുള്ള സാധ്യത എന്താണ്? കിങ് എവിടെയൊക്കെ ഉണ്ട്? ഡയമണ്ടിൽ ഒരു കിങ് ഉണ്ട്, ഹാർട്ടിലുണ്ട്, ക്ലബ്സിലുണ്ട്, പിന്നെ സ്പേഡിലുണ്ട്. 4 കിങ്ങുകൾ കിട്ടും. സോ ഇറ്റ് ഇസ് 4/52. ഓക്കെ. ഇനി അതേപോലെ ക്യൂൻ കാർഡ്. കിങ് ഉള്ള പോലെ തന്നെ ക്യൂനും 4 ഷേപ്പിൽ ഉണ്ടാവില്ലേ? സോ ദാറ്റ്സ് ഓൾസോ 52. ഇനി ഫോർത്ത് വൺ, എ സ്പേഡ് കാർഡ്. സ്പേഡ് എന്ന് പറഞ്ഞാൽ ഏതാ ഇതില്? സ്പേഡ് ഈ ഷേപ്പ് ആണ് അല്ലേ? അങ്ങനെ സ്പേഡ് എത്ര എണ്ണം ഉണ്ട്? 13 എണ്ണം. സോ ഇറ്റ് ഇസ് 13/52. പിന്നെ വാട്ട് ഇസ് യുവർ ഫിഫ്ത് ക്വസ്റ്റ്യൻ? എ സ്പേഡ് കിങ്. ഞാൻ പറഞ്ഞു കിങ് 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ് 4 കിങ്? ഒരു ഡയമണ്ട് കിങ്, ഒരു ഹാർട്ട് കിങ്, ഒരു സ്പേഡ് കിങ് ആൻഡ് ക്ലബ് കിങ്. നമ്മളോട് ഇവിടെ ചോദിച്ചാൽ ഒരു സ്പേഡ് കിങ് ആണ്. കിങ് എന്ന് മാത്രമല്ല സ്പേഡ് എന്ന് മാത്രമല്ല, ഒരു സ്പേഡ് കിങ്. സ്പേഡിലെ കിങ് എത്ര എണ്ണേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് 1/52. ഓക്കെ. Now next, a king or a queen. കിങ് എത്ര എണ്ണം ഉണ്ട്? ഏത് ടൈപ്പ് കിങ് ആണെന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ 4 കിങ് ഉണ്ട്. അതേപോലെ ക്യൂനോ അതും 4 ഉണ്ട്. ഓറാണ്. ഓർ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ചേർന്ന്. അപ്പൊ 4 കിങ്ങും 4 ക്യൂനും കൂടി. ഇറ്റ് ഇസ് 8/52. So clear students? ഇത്രമാണ് പറഞ്ഞത്. ബ്ലാക്ക് കാർഡ് 26/52, a king card 4/52, a queen card 4/52, a spade card it is 13/52, a spade king there is only one spade king, so it is 1/52, a king or a queen total 8/52. ഇത്രയും ചിലവ് കാര്യം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. Okay, so that is the basic thing about probability. Thank you.